Watch full episodes on Jio Hotstar. ഇവരെ പുറത്തേക്ക് എടുക്ക്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സൂപ്പില് കുളിക്കുന്നത് കേട്ടാ. എന്റെ അമ്മോ, നീ പറഞ്ഞത് വളരെ സത്യമാണ് കസിനാറാം. എന്റെ അമ്മോ, എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് എന്ത് കളിയാണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. Singam, the hero, what a നനഞ്ഞു. ഇപ്പൊ ഞാൻ ഉടക്കി തരാം. താങ്ക് യു സാർ, ഞങ്ങളുടെ ഷർട്ടൊക്കെ ഉണങ്ങി. ഇവർക്കും കൂടി സൂപ്പ് എടുത്തോണ്ട് വരൂ. ഓക്കെ മൈറ്റി മാഗ്നത്തോർ. ഇനി നിങ്ങൾ ഞങ്ങളുടെ രുചികരമായ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യേ. വാവ്, തീർച്ചയായും. ഓ, എന്ത് നല്ല മണം. എങ്ങനെയുണ്ട് എന്റെ സൂപ്പ്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും രുചിയുള്ളൊരു സൂപ്പ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ തന്നെയാ. ഇത്രയും ക്രിസ്പി ആയിട്ട് കടിക്കാനുള്ളത് എന്തോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് കഴിക്കുമ്പോ എന്ത് രുചിയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സൂപ്പാ. ഈ പല്ലിവാല് സൂപ്പില് മൗണ്ടൻ ചിലന്തിയുടെ കാലുകൾ വളരെയധികം ടേസ്റ്റ് ഉള്ളവയാണ്. എന്ത്? എന്റെ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇവന്മാരെയൊക്കെ പിടിച്ച് സൂപ്പിലിട്. ഞാനൊന്ന് നോക്കട്ടെ ഇവന്മാരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അല്ലല്ല, സൂപ്പ് നല്ല ഇഷ്ടമായി. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത്ര നേരം ഒച്ചയെടുക്കാനുള്ള കാരണം ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഇത് എങ്ങനെ അറിയാതെ പോയിന്ന് വിചാരിച്ചിട്ടാ. പല്ലിവാൽ സൂപ്പ് വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് ഇതിലുള്ള ക്രിസ്പി ചലന്തി കാലുകളും അടിപൊളി ടേസ്റ്റാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സൂപ്പ് നല്ല ടേസ്റ്റ് ആണെന്ന്. ഇന്നത്തെ ഈ സൂപ്പിന് ഒരു പുതിയ ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതിൽ പുതിയ എന്ത് മസാലയാണ് ചേർത്തത്? അത് പിന്നെ ഈ ഹ്യൂമൻസ് എല്ലാം സൂപ്പിൽ വീടില്ലായിരുന്നു. അവരുടെ ബോഡിയുടെ സ്മെല്ലാണ്. വാവ്, ബോഡിയുടെ സ്മെല്ലിന് ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ ബോഡി എന്തുമാത്രം ടേസ്റ്റ് ഉള്ളതായിരിക്കും. നാളെ രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോ ഇവന്മാരെ പിടിച്ച് എന്റെ സൂപ്പിലിട്ട് തരണം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓരോരുത്തരെയായി നമുക്ക് സൂപ്പിലിട്ട് കഴിക്കാം. ഇങ്ങോട്ട് നോക്കൂ മാഗ്നത്തോർ. വെറും മാഗ്നത്തോർ അല്ല, ഞാൻ മൈറ്റി, ഓൾ മൈറ്റി മാഗ്നത്തോർ എന്ന് വിളിക്കൂ. അത് തന്നെയാ മൈറ്റി മാഗ്നത്തോർ. മൂണില്ലാന്ന് പറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്നവർ കുറേശ്ശെ നശിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മൂണിനെ തിരിച്ചു കൊണ്ടുപോയേ മതിയാകൂ. ഞങ്ങളാണ് മോട്ടു പട്ലോ. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ അതിന്ന് ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല. തന്നെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കാൻ. ഇത് ഞങ്ങളുടെ ഒരു ചാലഞ്ചാന്ന് വെച്ചോ. എന്റെ ചെറുവിരലിന്റെ വലിപ്പം പോലില്ലാത്ത മോട്ടു പത്ലു, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോ? ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഞാൻ സൂര്യനെയും പിടിച്ചു കൊണ്ടുവന്ന് എന്റെ കിരീടത്തിൽ അണിയുന്നതായിരിക്കും. എന്താ ഇത്? ഞാൻ നിങ്ങളോട് പറയുന്ന ചലഞ്ചാണ്. അല്ല വൈസർ, ഞാൻ എന്തെങ്കിലും അധിക പ്രസംഗമായിട്ട് ഇവരോട് പറഞ്ഞോ? നിങ്ങൾ മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽ പവേഴ്സിന്റെ അടുത്തേക്ക് പോയി 5 തത്വത്തിന്റെ ശക്തികൾ അടക്കി കഴിഞ്ഞാൽ ആ സൂര്യനെ പോലും നിങ്ങൾക്ക് കൈക്കലാക്കാൻ കഴിയും. പക്ഷേ അത് നാളെ രാവിലെ തന്നെ ചെയ്യണം. നാളെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 വർഷം കഴിയുന്നവരെ ആ ശക്തി ഒരുമിച്ച് കിട്ടാൻ സാധിക്കില്ല. ഞാൻ നാളെ 5 തത്വങ്ങളുടെ ശക്തി സമ്പാദിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ സൂര്യനെയും പിടിച്ചുകൊണ്ടുവരും. എന്നിട്ട് എന്നെ കിരീടത്തിൽ അണിയും. അപ്പോൾ പിന്നെ ഭൂമി ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായി തീരും. പിന്നെ ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്താൻ വരില്ല. ഇവരെയെല്ലാം ബന്ധിക്കൂ. എന്ത് ചെയ്യും പട്ലു? മൂണിനെ കൊണ്ടാൻ വന്ന കുറെ മനുഷ്യന്മാര്.
പട്ലു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. നമ്മൾ എങ്ങനെയെങ്കിലും ആ മൂണിനെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ നോക്കണം. വരൂ, നമ്മളെല്ലാവരും ചേർന്ന് ഈ ജയിലിനെ പുഷ് ചെയ്യാം. ആഞ്ഞു പിടിക്ക്. ഒത്തു പിടിച്ചാൽ ശക്തി അധികമാണെന്ന് അറിയില്ലേ? കുറച്ചുകൂടെ. കൂടി ശക്തിയായി തള്ളു. അയ്യോ പതുക്കെ പോ, ശബ്ദം ഉണ്ടാക്കണ്ട. പൊളിച്ചെടുത്തല്ലോ. എല്ലാരും ഒരുമിച്ച് ചാടാമേ. വരൂ, നമുക്ക് നിലാവിനെ അന്വേഷിക്കാം. ആ കിരീടം എവിടെയാ ഉള്ളേ? ദേ അങ്ങോട്ട് നോക്ക്, കിരീടം അവിടെ വെച്ചിരിക്കുന്നേ. നമുക്ക് എങ്ങനെങ്കിലും ആ കിരീടം ഇവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ചു പോയേ മതിയാകൂ. പൊളിച്ചെടുത്തല്ലോ. കൊണ്ടുപോകുന്ന പ്രശ്നമില്ലേട്ടാ, പക്ഷെ അതിനെ എങ്ങനെ ഇവിടുന്ന് വലുതാക്കി കൊണ്ടുപോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഒരു സമയത്ത് ഒരു ജോലി, അതൊക്കെ പിന്നീട് ആലോചിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ മുകളിലേക്ക് പോയി അത് എടുത്തോളാം. വാ പട്ലു. യെസ്. രക്ഷപ്പെട്ടു. അയ്യോ ഞാൻ വീഴാൻ പോവാ. അയ്യോ പട്ലു, നിന്നെയും പിടിച്ചാ നിക്കുന്നേ. എന്റെ മോട്ടു സൂക്ഷിച്ച്. അയ്യോ ഇല്ല, എന്താ മോട്ടു ഇത്? നീ എന്തായി ചെയ്യുന്നേ? കേറി വാ പട്ലു. പുറത്തു വാ, വേഗം പുറത്തു വാ. ആരുമില്ല. നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. വാഗ്നത്തോർ ചേട്ടാ കിടന്നുറങ്ങിക്കോ. കലക്കി മോട്ടു. എന്റെ അമ്മോ, മോട്ടുപത്രു വേഗം വന്നേ. ദേ വരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു കുതിര സവാരി ഞാൻ ഇതുവരെ പോയിട്ടേ തന്നെയാ. എന്തിനാ ഇത്രയും വേഗം സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ? നേരം വൈകിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ പറഞ്ഞേ. മോട്ടു വേഗം വാ, പോകാം. മൂണിനെ എത്രയും പെട്ടെന്ന് അതിന്റെ സ്ഥലത്തേക്ക് അയക്കണം. ഓക്കേ പട്ലു. ഹേ സ്റ്റഫ്, മൂണിനെ അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് മാറ്റി വീണ്ടും ആകാശത്തേക്ക് അയക്ക്. എന്റെ മൂണിനെ നിങ്ങൾക്ക് ആർക്കും ഞാൻ തരില്ല. പോകല്ലേ. വേഗം പോ, വേഗം പോ. എന്റെ നമ്മുടെ മൂൺ രക്ഷപ്പെട്ടു. എന്റെ ഞാൻ വെറുതെ വിടില്ല. ഇതൊക്കെ ഞാൻ കൊന്നുകളയും. എന്റെ കയ്യിന്ന് എന്റെ മൂണിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? രക്ഷപ്പെടാം. ഇനി നീക്ക് എങ്ങോട്ട് പോകും? നിങ്ങളുടെയൊക്കെ അവസാനമായിരിക്കുന്നു. അങ്ങനെ ഒരിടത്തിന് എന്റെ കൈ കിട്ടി. വേണ്ട. അയ്യോ കാലേ മുള്ളുകൊണ്ടേ, മുള്ളുകുത്തി കയറിയേ. മാഗ്നത്തോൾ അവരെ വിട്ടേക്ക്. മൂൺ പോയാ നമുക്കെന്താ? ദേ വരുന്നു സൂര്യൻ, അവനെ പിടിക്കാൻ നോക്ക്. താങ്ക് യു. ഞാനതങ്ങ് മറന്നുപോയി.
നീ നിന്നെ ഒരുപാട് പ്രാവശ്യം മാഗ്നത്തോർ എന്ന് വിളിച്ചു അല്ലേ? അപ്പൊ പിന്നെ മൈറ്റി മാഗ്നത്തോർ ആരാണാ വിളിക്കുക? എന്റെ അമ്മോ, come on, let's escape. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ വെറുതെ വിടാൻ പാടില്ല. അതിനുള്ളിൽ ഞാൻ സൂര്യനെ സ്വന്തമാക്കും. സോറി, നിങ്ങൾ എന്നോട് കളിക്കാറായോ? വിടില്ല നിങ്ങളെ. എന്തായി ചെയ്യുന്നേ? ഞാനാണ് വേട്ടക്കാരൻ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? എന്റെ ഇരകളെ നീ വേട്ടയാടുന്നോ? മാറ്റി മാഗ്നത്തോർ, നിങ്ങളല്ലേ അവരെ വിടരുതെന്ന് പറഞ്ഞത്? അവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞതിനർത്ഥം അവരെ ഓടിച്ചിട്ട് പിടിക്കാനാ. പറഞ്ഞത് മാത്രം അനുസരിച്ചാ മതി. ഓക്കെ മൈറ്റി മാഗ്നത്തോർ. എന്റെ അമ്മോ. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? പത്ലു, വെറും വയറ്റിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ? എന്തെങ്കിലും വേഗം ചെയ്യ്. ഐഡിയ ചിങ്കം സാറേ. എനിക്ക് മനസ്സിലായി പത്ലു. യെസ്, ഇളനീർ പട്ടാളമേ, ഗോ കവർ ദ സൺ. ഇനി സൂര്യൻ എന്റെ സ്വന്തം. ഇവിടെ എന്ത് മാജിക്കാണ് ഈ നടക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല, മനസ്സിലായോ? മോട്ടു, നിനക്ക് ഇവന്റെ ഒപ്പം ഒന്നും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. നീയും വലിയ ആളായാൽ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. പട്ലു, ചെറുതിലെ തൊട്ടേ എനിക്ക് വലുതാവണമെന്ന് ഭയങ്കര ആഗ്രഹമാ. പക്ഷെ ഇപ്പൊ നമുക്ക് ആദ്യം ഈ പണി തീർക്കാം. എന്റെ മോട്ടു, ഞാൻ അതുപോലുള്ള വലിയ ആളുടെ കാര്യമല്ല പറഞ്ഞ്. ഞാന് ഇതിനെ കുറിച്ചാ പറഞ്ഞത്. പത്ലുവിന്റെ ചങ്ങേന്റെ ബ്രോ, നീ കലക്കി. എങ്ങനെയെങ്കിലും സ്പ്രേ ചെയ്ത് മോട്ടുവിനെ വലുതാക്കുന്നേ. ഓക്കെ ഡോക്ടർ ജഡ്ക. ഇതെന്താ വർക്ക് ആവാത്തത്? നിനക്കൊക്കെ അത്രയ്ക്ക് ധൈര്യമായോ? മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോറിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ? ഇനി നിന്നെയൊക്കെ ജീവനോടെ ഞാൻ വിടില്ല. വേണ്ട. വേണ്ട, എന്റെ സുഹൃത്തിനെ വിട്ടേക്ക്. അവൻ പാവാ. പ്ലീസ് അവനെ വിട്ടേക്ക്. വേണമെങ്കിൽ എന്നെ കഴിച്ചോ മാഗ്നത്തോർ. വേണ്ട മോട്ടു. നിന്നെ ഞാൻ തിന്നും മോട്ടു. നിന്നെ മാത്രമല്ല, നിന്റെ സുഹൃത്തുക്കളെയും. പക്ഷേ ആദ്യം പത്ലു. വേണ്ട, ആദ്യം എന്നെ കഴിക്കേ, എന്നിട്ട് എന്റെ സുഹൃത്തിനെ വെറുതെ വിട്. എന്നെ ഇത്രയും മുറുക്കി പിടിക്കണ്ട. വിട് വിട്. വേണ്ട. വിട് വിട് മാഗ്നത്തോർ, അവനെ വെറുതെ വിട്. അയ്യോ. പത്ലു, എന്റെ സുഹൃത്തിനെ ആണോ? മോട്ടു, രക്ഷിക്കേ. രക്ഷിക്കണേ. വേണ്ട. പട്ലു, കലക്കി മോട്ടു. ഇനി ആയിരിക്കും രസം. അവരെ വെറുതെ വിടരുത്. മോട്ടു, ഇപ്പൊ വരുന്നോ? ഇതെന്താ പുതിയ കൊല്ലാപ്പ്?
അയ്യോ അയ്യോ ആരെങ്കിലും രക്ഷിക്കേ, പറപ്പിക്കാണല്ലോ. My God. മോട്ടു, എനിക്ക് അവനെ എതിർക്കാൻ തയ്യാറായിക്കോ. നിക്കവിടെ, ഇവനെ കഥ അവസാനിപ്പിക്കേ. അയ്യോ പട്ലു, ഈ മരുന്ന് ശരിക്കും വർക്കാവുന്നില്ല കേട്ടോ. എന്തോ ഒന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് ചെറുതും വലുതുമാകുന്നത് ശരിക്കും ഉപയോഗിക്ക്. പുരുഷന്മാരെ, നിന്നെയൊക്കെ ഉറുമ്പിനെ ഞെരിക്കുന്നവർ ഞാൻ ഞെരിച്ചു കളയാം. അയ്യോ രക്ഷിക്കേ. എവിടെ പോയി, എവിടെ പോയി? ഇതാരുടെ കൈകളാണ്? എനിക്കെന്താ 4 കൈകളുണ്ടോ? അതെന്റെ കൈയായിരുന്നു. എടാ, നീ എങ്ങോട്ട് പോയി? എടാ കുഞ്ഞു മനുഷ്യ, നീ എന്റെ അടുത്ത് എന്ത് കളിയായി കളിക്കുന്നേ? മുന്നിൽ വാ. ഹലോ, ഇതെങ്ങനെയുണ്ട്? ഹേയ്, അയ്യോ വീണ്ടും ചെറുതാവുന്നല്ലോ. ഇന്നാ പിടിച്ചോ. ഇനി ഇത് എന്റെ ഉഴവാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല പോട്ടു. നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ? നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല. ഞാനിതാ വന്നു മാഗ്നത്തോർ. ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ കാണിച്ചു. ഇനി നിന്നെയൊക്കെ വെച്ചോണ്ടിരിക്കാതെ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നീയൊക്കെ തീർന്നടാ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ പ്രശ്നം? ഇത് നിങ്ങളുടെ വേട്ടയല്ലേ, പിന്നെ നിങ്ങൾ ദേഷ്യം വന്ന് ഞങ്ങളെ തല്ലും. ഇനി ഞാൻ തടഞ്ഞാലും നിങ്ങൾ നിർത്താൻ പാടില്ല. ഫൈറ്റ് തുടങ്ങിക്കോളൂ. ഇത് മൈറ്റി ഓൾ മൈറ്റി നിങ്ങൾക്ക് നൽകുന്ന ആജ്ഞയാണ്. ഈ സൂര്യനെ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ തുടർന്നുകൊള്ളൂ. വിടില്ല ഞങ്ങള്. അതെ, നിക്ക് നിക്ക് നിക്ക്. എന്താണോ ഈ ചെയ്തത്? ഇപ്പൊ താങ്കളല്ലേ പറഞ്ഞത് താങ്കൾ എന്തെന്നെ തടഞ്ഞാലും അടിക്കുന്നത് നിർത്താൻ പാടില്ല എന്ന്? അങ്ങനെയാണെങ്കിൽ മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോറിന്റെ ആജ്ഞ പാലിക്കൂ. മോട്ടുപുത്രനെ വിടരുത്, അടിക്കൂ. ആഹാ, വരൂ വരൂ. എന്നെയല്ല തല്ലേണ്ടത്. അയ്യോ, ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, വേദനിക്കുന്നേ. ദേ ഇവിടെ. നിങ്ങളോട് തല്ലാൻ പറഞ്ഞത് ആരെയാ? എന്നിട്ട് ആരെയാ തല്ലുന്നത്? ഇത്രയും വലിയ തല്ല് ഞാൻ ഇതിനു മുമ്പേ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, എന്റെ നടുവേ. അയ്യോ, എന്റെ കൈ. അയ്യോ, എന്റെ നട്ടല് ഒടിഞ്ഞേ. കാലേ കാലേ, എന്റെ കാല്. എന്താടാ, ഒരു ഭാഗം പോലും വിടാതെ തല്ലി ചതക്കുകയാണോ? ഇത് കാണുമ്പോ നല്ല തമാശ. ദാ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. അയ്യോ, അടിക്കല്ലേ, ഒന്ന് നിർത്തടാ. മുകളിലിരിക്കുന്നവരെങ്കിലും ഓർത്ത് ചെയ്യാതെ. കൂടുതൽ വെറുപ്പിക്കരുത്. വേണ്ട വേണ്ട വേണ്ട. സോറി. രക്ഷിക്കേ. Yes. Yes, yes. എടുക്ക്.
ഇവൻ വളരെ ചെറുതാകട്ടെ. മാഗ്നത്തോർ ചേട്ടാ, നീ ഇപ്പോ ഓൾമൈറ്റി മാഗ്നത്തോർ ഒന്നും അല്ല, ലിറ്റിൽ മാഗ്നത്തോറാ. താങ്ക് യു മോട്ടു പത്ലു ചേട്ടാ. ഇന്ന് നിങ്ങളുടെ സഹായം കാരണം ഞങ്ങൾ എല്ലാവരും മാഗ്നത്തോറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോ, ഈ സ്റ്റഫ് ഒരു കാരണവശാലും ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. മാഗ്നത്തോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു പവറും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ മാഗ്നത്തോറിന് എന്താ ചെയ്യാ? എന്നാ നമുക്ക് ഈ ലിറ്റിൽ മാഗ്നത്തോറിനെ ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാം. എന്ത് പറയുന്നു? പറഞ്ഞത് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഇവിടുന്ന് ഓടിപ്പോയിക്കോളാമേ. അയ്യോ എന്നെ വെറുതെ വിടണേ. ലിറ്റിൽ മാഗ്നത്തോർ, നിന്റെ കുപ്പി എടുത്തോണ്ട് വെക്കോ. എന്നെ ആരെങ്കിലും ഒന്ന് പുറത്തിറക്ക്. നിങ്ങൾക്ക് എന്നെ ബന്ധിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോട്ടില്ലാത്തിടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.